ഹലോ, ഞാനിപ്പോൾ ഉള്ളത് അൽഗുയർ മാർക്കറ്റിലാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മെറ്റീരിയൽസൊക്കെ എവിടെ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇപ്പോൾ ഈ ഓൾറെഡി നമ്മൾ റോളയിൽ താമസിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു സ്ട്രീറ്റിനെ കുറിച്ച് പലർക്കും അറിയത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലോത്തൊക്കെ ഭയങ്കര റേറ്റ് കുറഞ്ഞ് മേടിക്കാൻ പറ്റും കേട്ടോ. ഞാൻ നേരത്തെ ഇവിടുത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബെഡ്ഷീറ്റ് 3.5 ദിർഹത്തിനെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു സെയിം സ്ട്രീറ്റിൽ തന്നെയാണിത്. ഇതാണ്ട് സുബൈർ പ്ലാസയാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ. സുബൈർ പ്ലാസയുടെ തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു സ്ട്രീറ്റിലാണ് ഈ ഒരു ക്ലോത്ത് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ഭയങ്കര റേറ്റ് കുറച്ച് നമുക്കൊരു 100 ദിർഹംസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഈ കാണുന്നതാണ് ആ സ്ട്രീറ്റ്. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും, അതായത് നമ്മൾ സ്റ്റിച്ചിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ മേടിക്കാൻ പറ്റും കേട്ടോ. ബെഡ്ഷീറ്റ് ഉണ്ട്, എന്നാലും ബെഡ്ഷീറ്റും 3.5 അങ്ങനെ തോന്നുന്നു കേട്ടോ 1 മീറ്ററിന് കൊടുക്കുന്നത്. ഞാൻ ഈ ഇട്ടേക്കുന്ന ഡ്രസ്സില്ലേ, ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഷിഫോൺ മെറ്റീരിയൽ, സാരിയുടെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഞാൻ മുറിച്ച് മേടിച്ചത്. അതിവിടെ നിന്നായിരുന്നു ഞാൻ മേടിച്ചത്. ഏകദേശം 8 ദിർഹംസ് ആയിരുന്നു മീറ്ററിന്. നമുക്ക് ഏത് ടൈപ്പ് ക്ലോത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഒരു ഐഡിയാസ് വെച്ചിട്ട് ഇങ്ങനെ വന്നാൽ മതി, എല്ലാം ഇവിടെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതേപോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ അൽക്കുൽ സാധനങ്ങൾ, അതായത് ക്ലിപ്പുകൾ, സ്ലൈഡ്, അങ്ങനെയുള്ള ഐടെക്സിൻ്റെ പൊട്ടുകൾ, അങ്ങനെയൊക്കെ നമുക്ക് അല്ലാതെ റെയറായിട്ട് ഇവിടെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഈ ഒരു സൈഡ് തൊട്ട് എല്ലാത്തിനും 5 ദിർഹംസും 10 ദിർഹംസും ആണ് കേട്ടോ. 10 ദിർഹംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടുള്ള വർക്കൊക്കെ ഉള്ളതിന് മാത്രമാണ് 10 ദിർഹംസ്. ബാക്കി എല്ലാത്തിനും 5 ദിർഹംസ് ആണ് കേട്ടോ. ക്വാളിറ്റി ഓർത്ത് നിങ്ങൾ ഇതാവേണ്ട, ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റിയാണ്. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീനിട്ട് പെട്ടെന്ന് അങ്ങനെ ചുരുങ്ങി പോകും, അങ്ങനെയൊന്നുമില്ല. കോട്ടൺ മെറ്റീരിയലൊക്കെ നല്ല സൂപ്പറാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞത്. ഇപ്പം ഇത് ഞാനിപ്പോൾ 2ാമത്തെ ഷോപ്പിലാണ്, ഞാൻ സ്ഥിരമായിട്ട് കയറുന്ന ഒരു ഷോപ്പ് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ അകത്ത് കയറിയിട്ട് അതിൻ്റെ അകത്ത് കുറേ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താമേ. അപ്പം കണ്ടില്ലേ, നമുക്ക് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ അവർ ഒരുപാട് വില കുറച്ച് തരും കേട്ടോ. നമ്മൾ കുറേ ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും അവർ കുറച്ച്. ഞാനിപ്പോൾ ഈ പിടിച്ചിരിക്കുന്ന ഇത് നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇതൊക്കെ 5 ദിർഹംസാണ് പെർ മീറ്റർ. അപ്പം അത് നല്ല നീളമുണ്ട്, നമുക്ക് അത്യാവശ്യം വെട്ടി നമുക്ക് ഒരു ലോങ് ടോപ്പ്, ഷോർട്ട് ടോപ്പൊക്കെ തയ്ക്കാൻ പറ്റുന്നൊരു 1 മീറ്റർ എടുത്താൽ മതി, നമുക്കതൊക്കെ തയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെറ്റീരിയലൊക്കെ അക്കോബ ടൈപ്പ്, അതേപോലെ ഈ സിൽക്കി ടൈപ്പിനൊക്കെ 7 ദിർഹംസാണ് പെർ മീറ്റർ. കഴിഞ്ഞ ഓണത്തിന് ഞാൻ ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് എടുത്തായിരുന്നു. ഇപ്പോഴും അതിനൊരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഈ മേളിൽ കാണുന്നതെല്ലാം അത്യാവശ്യം നല്ല ഹെവി വർക്ക്, ഭയങ്കര സീക്വൻസ് ആയിട്ട് ലെഹങ്കയൊക്കെ തയ്പ്പിക്കാൻ പറ്റിയ ടൈപ്പാണ്. അപ്പോൾ അതിനൊക്കെ 10 ദിർഹംസാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജിന് അവൾ ഇവിടെ നിന്നായിരുന്നു മേടിച്ചുകൊണ്ട് പോയത് ലെഹങ്കയ്ക്ക്, ഒരു 3 മീറ്റർ എങ്ങാണ്ട്. പക്ഷേ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട്. ഈ മേളിലൊക്കെ എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ്, പക്ഷേ സൂപ്പറാണ്. അധികം സീക്വൻസ് ഒന്നും ഇല്ലാത്തതാണ് കേട്ടോ. അതിനൊക്കെ 5 ദിർഹംസാണ്. അപ്പോൾ നമുക്ക് ഈ ചേട്ടനോട് ചോദിക്കാം, ചേട്ടനെല്ലാം പറഞ്ഞു തരുവേ. ये 5 दिरहम यार्ड है, 5 दिरहम से। ये ऊपर वाले पूरा 5 दिरहम यार्ड है। हाँ, ये इधर जो है ना ये पूरा 10 दिरहम यार्ड है। और 10 दिरहम यार्ड। ये सिर्फ है हमारे पास एक्सपेंसिव है ये वाला। ये पूरा जितना भी है ये 25 यार्ड। 25। हाँ, 25 दिरहम यार्ड। ये नीचे कोबा मटेरियल है। अको मटेरियल कितना? कोबा भी है वो 10 दिरहम यार्ड है, 10 दिरहम यार्ड है पूरा जितना। ये वाला जरूरत है, ये भी 10 दिरहम यार्ड, ये पूरा 10 दिरहम यार्ड, 30 दिरहम यार्ड है। ചെസ്റ്റ് പെട്ടി പ്രൈസ് അടിപൊളി ചുടിദാർ എത്ര പീസ് വേണമെങ്കിലും കട്ട് ചെയ്ത് തരുമല്ലോ. ഒരു യാർഡ് 10 ദിർഹം है ये वाला पूरा। हाँ, ഇത് ഓൾ 10 ദിർഹം യാർഡ്, അത് 10 ദിർഹം യാർഡ്. ഇത് സൈഡ് 5 ദിർഹം യാർഡ്, ഇത് 5 ദിർഹം, ഇത് 5 ദിർഹം. ഇത് കാട്ടൺ മെറ്റീരിയൽ 5 ദിർഹം, റിയോൺ കോട്ടൺ. ഒരു മീറ്റർ ഒന്ന് കാണിക്കൂ. 1 മീറ്റർ, 1 മീറ്റർ എത്രയാണെന്നുള്ളത് എല്ലാവരും പറയുന്നത്. ഞാൻ 1 മീറ്ററിൽ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഞാനിവിടെ ഒരു 1 മീറ്ററിൽ എടുക്കാം. ഇത് പറയാൻ പറ്റില്ല, ഇത് പറയാം 1 മീറ്റർ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് 1 മീറ്റർ കേട്ടോ. 1 മീറ്റർ നല്ല ലെങ്ത് ഉണ്ട്, ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ മീറ്റർ അളന്ന ആ ഒരു 1 മീറ്റർ കൊണ്ട് നമുക്ക് അതിൻ്റെ ഇറക്കം നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ 1 മീറ്റർ കൊണ്ട് നമുക്ക് ടോപ്പ് തയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും എനിക്ക് കമൻറ്റിലിട്ട് ഒരുപാട് കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട കാരണം കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ, അതാണ് ഞാൻ കുടയും തൂക്കൊണ്ട് വന്നിട്ട് രാത്രിയിൽ എന്തിനാ കുടം പിടിച്ചുകൊണ്ട് പോകുന്നതിന് ഇനി കമൻറ്റുകൾ വരും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ഈ റോളയിൽ വരാൻ പറ്റുന്നതാണ്, മസ്റ്റായിട്ട് ഇവിടെ ഒന്ന്
ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. 100% ഞാൻ പറയുകയാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്, ഇല്ലെങ്കിൽ ഇത്ര ധൈര്യത്തിൽ ഞാൻ പറയില്ല കേട്ടോ. നമുക്കങ്ങനെ പെട്ടെന്ന് ഞാൻ പറയില്ല, നമ്മൾ നാട്ടിൽ നിന്നൊക്കെ മേടിച്ച ചില കോട്ടൺസൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടൊന്ന് കഴുകി കഴിയുമ്പോൾ 2-3 വട്ടം ആകുമ്പോഴത്തേനും പിന്നെ അതിനൊന്നും കൊണ്ടൊന്നും കൊള്ളൂല. നന്നായിട്ട് തേച്ചെടുത്താൽ മാത്രമേ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഷിഫോൺ ടൈപ്പൊക്കെ നാട്ടിലായാലും എനിക്ക് തോന്നുന്നത് ഒരു മീറ്ററിന് അങ്ങോട്ട് 200-150 കൂടുതൽ അത്രയാവും. അപ്പോൾ അത്രയൊന്നും വരത്തില്ല. ഇവിടെ നമുക്ക് ബൾക്കായിട്ടൊക്കെ എടുത്തുകൊണ്ടൊക്കെ നാട്ടിലൊക്കെ പോയി സ്റ്റിച്ചൊക്കെ ചെയ്താൽ സൂപ്പറാണ് കേട്ടോ. ഇതൊക്കെ അക്കോബ ടൈപ്പ് തുണിയാണ്. ഇതൊക്കെ 10 ദിർഹംസാണ്. നല്ല മെറ്റീരിയലാണ്. അക്കോബയുടെ ഒരു വൈറ്റ് കളർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിൽക്കി ടൈപ്പൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ലൈനിങ്ങിന് മേടിക്കുന്ന മെറ്റീരിയലും ഉണ്ട്, അത് സിൽക്കി ടൈപ്പ് തോന്നും, പക്ഷേ അതൊന്നും ഉണ്ട് നമ്മൾ ഡ്രസ്സ് തയ്ക്കരുത്. അത് വെച്ച് പെട്ടെന്ന് പിഞ്ചി പോവും. ഞാൻ ഒരു വട്ടം എനിക്ക് അബദ്ധം പറ്റിയാണ് മേടിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങ് പിഞ്ചി പോവുമായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ട്രേറ്റ് ഫുള്ളും ഈ ഒരു മെറ്റീരിയൽ 5 ദിർഹംസിനാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഷിഫോണാണ് കേട്ടോ. ഇത് മീറ്ററിനും 5 ദിർഹംസ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എല്ലാവരും എന്നോട് ചോദിച്ചു എവിടെയാണ്. ഇപ്പോൾ റോളയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ റോള മാളിൻ്റെ അവിടെ നിന്ന് റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ. അൽഗുയർ മാർക്കറ്റിൽ നിന്ന് ചോദിച്ചാൽ മതി, എല്ലാവരും പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം ഇത്രയും റേറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരുപാട് സാധനങ്ങൾ മീൻസ് ബെഡ്ഷീറ്റ് ആയാലും അതേപോലെ കർട്ടൻസൊക്കെ സൂപ്പർ കർട്ടൻസാണ്. ഈ ഒരു സ്ട്രീറ്റിൻ്റെ ഔട്ട് സൈഡ് ഇറങ്ങിയിട്ട് പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒത്തിരി ഷോപ്പുകളുണ്ട്. കർട്ടൻ ആയാലും നമുക്ക് എന്താ പറയുക, ഈ ഫ്ലോറിലിടുന്ന മാറ്റുകൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. എല്ലാം അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ ഐറ്റംസ് ആണ്. നാട്ടിലോട്ടൊക്കെ നമുക്ക് അയക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കൂടുതലായിരിക്കും, പക്ഷെ സംഭവം അടിപൊളിയാണ്. ഇതുണ്ട്, ഈ ഉണ്ടോ, ഈ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലെല്ലാം ഇത് തന്നെയാണ്. മെറ്റീരിയൽ എല്ലാം ഒരേപോലെയാണ്, പക്ഷേ ഡിഫറെൻറ്റ് കളർ, ഭയങ്കര അത്യാവശ്യം ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ഡിസൈൻസ് ഒക്കെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും കേരളം അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് തയ്യൽ പഠിച്ചിട്ടുള്ളവർക്കും മെറ്റീരിയലിനെ കുറിച്ച് അറിയാവുന്നവർക്കും അറിയാം ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും അതിൻ്റെ എന്തൊക്കെയാണ് ഡിസൈൻസ് എന്നൊക്കെ എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഞാൻ ഓൾറെഡി ഇനിയിപ്പോൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ എന്താണ്ട് ഈ കാണുന്ന ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നതാണ് സുബൈർ പ്ലാസ. അപ്പം ഇനി മറക്കണ്ട, ഞാൻ ഈ നേരെ പോകുന്നത് റോള പാർക്കിലോട്ടാണ് കേട്ടോ. അപ്പം പാർക്കിൻ്റെ അവിടെ നിന്ന് നമുക്ക് നേരെ ഇങ്ങോട്ട് വരാം. ഇപ്പോൾ ഈ സെഷൻ അവിടെയാണ് നമ്മുടെ റോള മാള്. പിന്നെ അതുണ്ട് ആ ഒരു ലൈറ്റ് എത്തുന്നില്ലേ, ആ ഒരു ഭാഗത്തായിട്ടാണ് റോള പാർക്കിൻ്റെ അവിടെ നമുക്ക് ബസ് സ്റ്റേഷൻ അവിടെ നിന്നാണ്. ബസ്സിന് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇവിടെ വരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ.